Next topic that we are going to deal with is deleting the records in a binary file. അപ്പോൾ നമ്മൾ append പഠിച്ചു, insert പഠിച്ചു, അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഇവിടെ updation എന്ന് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ deleting ആണ് പറയാൻ പോണത്. So let us have a look. F equal open d student.dat rb. rb എന്ന് വെച്ചാൽ എന്താ? read mode in binary file ആണ്. Then we are copying that to a list. എന്നിട്ട് നമ്മൾ ഒരു റോൾ നമ്പർ ഡിലീറ്റ് ചെയ്യാനുള്ള റോൾ നമ്പർ കൊടുക്കുന്നു. while true, condition is true, then try blockil rec equal pickle dot load. We are loading that. We have to retrieve the data. rec list dot append. നമ്മളപ്പോൾ ആ ലിസ്റ്റിൽ ഓരോന്നായിട്ട് append ചെയ്ത് അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. Except end of file error. End of file വരെ ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. end of file ആയി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവുന്നു, ഫയൽ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബ്രേക്കിൻ്റെ ഒരു ആവശ്യം എന്താണ്? end of file എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി we have to come out. അതിന് വേണ്ടിയിട്ടാണ്. ഇനി f equal to open d colonൽ student.dat wb എന്ന് വെച്ചാൽ എന്താണ്? It is the write mode. For x in rec list. rec ലിസ്റ്റിൽ നമ്മൾ ലൂപ്പ് വേരിയബിൾ ആയിട്ട് x യൂസ് ചെയ്യാണ്. if x roll number equal to r എന്ന് വെച്ചാൽ ആ റോൾ നമ്പർ നമ്മളിവിടെ ആർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ആറ് തന്നെയാണ് നമ്മുടെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള റോൾ നമ്പർ എങ്കിൽ കണ്ടിന്യൂ. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുക. എന്താണ് കണ്ടിന്യൂ എന്ന് വെച്ചാൽ that particular roll number which you are supposed to delete, that will be omitted while you print the output. നമ്മൾ ഔട്ട്പുട്ട് നോക്കുമ്പോൾ അതിൽ നമ്മൾ ഏത് നമ്പർ ആണോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത് അത് പിന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. ബിക്കോസ് വി ഹാവ് യൂസ്ഡ് കണ്ടിന്യൂ വിൽ സ്കിപ്പ് ചെയ്യാണ് ചെയ്യണ വാല്യൂസിന്. pickle dot dump x, f നമുക്കപ്പോൾ അവിടെ സ്റ്റോർ ചെയ്യുന്നു വാല്യൂസ്, ബാക്കിയുള്ള വാല്യൂസ് f dot close. അപ്പോൾ കുറച്ച് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് we are able to delete that particular record from the file and we are able to have the rest of the details or rest of the records in it, and we are able to display that with the help of pickle.dump inside this particular for loop. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അതിനെ പ്രിന്റ് ചെയ്യിക്കാം and then we are able to close the file. പക്ഷേ what if we have to enter big data, so much of records? Then the process is we have to copy the records to another temporary file in which we will store it, and then after the modification is done we can delete the original file and rename the new file with the original file name. നമുക്ക് ഓൾറെഡി ഇതുപോലെ അപ്ഡേഷൻസ് ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ ഡിലീഷൻസ് ഏത് ചെയ്തു എന്ന് വെച്ചാലും കുറേയധികം ഡാറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഉള്ള ഫയൽ നമ്മുടെ ഒറിജിനൽ ഫയൽ ഉണ്ട്, ആ ഫയലിലത്തെ എല്ലാ റെക്കോർഡ്സിനെയും നമ്മൾ ടെമ്പററി ആയിട്ട് വേറൊരു ഫയലിലേക്ക് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ആ ഒറിജിനൽ ഫയലിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമ്മുടെ എല്ലാ കറക്ഷൻസും കഴിഞ്ഞു, പ്രോസസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്നിട്ട് ഈ പറഞ്ഞ ടെമ്പററി ഫയലിന്റെ നെയിം റീനെയിം ചെയ്തിട്ട് ആ ഒറിജിനൽ ഫയലിന്റെ പേര് അതിന് കൊടുത്തു കഴിഞ്ഞാൽ up to date ആയിട്ടുള്ള ഒരു ന്യൂ ഫയൽ നമുക്ക് അവിടെ സ്റ്റോർ ആകുന്നു. So that is the process which we have to do if we have to store bulk volume of data.